പ്രിയ കലാപ്രേമികളെ, നാടക ആസ്വാദകരെ, നമോവാകം. 300 കൊല്ലങ്ങൾക്ക് മുൻപ് 1712 ഏപ്രിൽ 23 കന്യാകുമാരി ജില്ലയിലെ നട്ടാലത്ത് വാസുദേവൻ നമ്പൂതിരിയുടെയും ദേവകി അമ്മയുടെയും മകനായി ജനിച്ച നീലകണ്ഠപിള്ളയുടെ ജീവിതമാണ് ഇതിലെ ഇതിവൃത്തം. നമ്പൂതിരി കുടുംബത്തിൽ ജനിച്ച ഹിന്ദുമത വിശ്വാസിയായ നീലകണ്ഠപിള്ള ക്രിസ്തുമതം സ്വീകരിച്ചു. സവർണജാതിക്കാർ ക്രിസ്തുമതം സ്വീകരിക്കുന്നത് വലിയ കുറ്റകരമായിരുന്നു അക്കാലത്ത്. ഭാരതത്തിലെ അൽമായരിൽ ആദ്യത്തെ വിശുദ്ധനായി 2022 മെയ് 15 ഫ്രാൻസിസ് മാർപ്പാപ്പ ദേവസഹായം പിള്ളയെ വിശുദ്ധനായി പ്രഖ്യാപിക്കുകയുണ്ടായി. ചരിത്ര താളുകളിലൂടെ തയ്യാറാക്കിയ ആ പുണ്യാത്മാവിൻ്റെ ജീവചരിത്രം ബഹുമാനപ്പെട്ട വികാരിയച്ചൻ ഷിജോ ചിരിയങ്കണ്ടത്തിൻ്റെ നേതൃത്വത്തിൽ സെന്റ് ജോസഫ് ഡ്രാമ ക്ലബ് അണിയിച്ചൊരുക്കിയ 3ാമത്തെ നാടകം കാറ്റാടിമലയിലെ രക്തസാക്ഷി. അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും. മലയിൽ കാറ്റേറ്റു പാടി കർത്താവിൻ വിശ്വാസ സംഗീതം. ദേവസഹായ വിശുദ്ധാത്മാവിൻ വിശ്വാസ സാക്ഷ്യത്തിലാമോദം. കാറ്റാടിമലയിൽ കാറ്റേറ്റു പാടി കർത്താവിൻ വിശ്വാസ സംഗീതം. ദേവസഹായ വിശുദ്ധാത്മാവിൻ വിശ്വാസ സാക്ഷ്യത്തിലാമോദം. ദേവസഹായ വിശുദ്ധാത്മാ വാഴ്ക വാഴ്ക വാഴ്ക. ദൈവജനത്തിനു മാധ്യസ്ഥ്യം നീ നൽകി നൽകി വാഴ്ക. ദേവസഹായ വിശുദ്ധാത്മാ വാഴ്ക വാഴ്ക വാഴ്ക. ദൈവജനത്തിനു മാധ്യസ്ഥ്യം നീ നൽകി നൽകി വാഴ്ക. ഉച്ചത്തിലെന്നും വാഴ്ത്തുന്നു നിന്നാമ സ്തുതിഗീതം. ഉച്ചത്തിലെന്നും വാഴ്ത്തുന്നു നിന്നാമ സ്തുതിഗീതം. കുത്തിക്കുതിച്ചുയരുന്നോരുറവയിലെത്തുന്നു ജനതതി സാമോദം. ദൈവജനത്തിനു മാധ്യസ്ഥ്യം നീ നൽകി നൽകി വാഴ്ക.
മകളുടെ വേളി ഒന്നും ശരിയായില്ല അല്ലേ? ഒന്നും ശരിയായിട്ടില്ല തിരുമേനി. പല ആലോചനകളും നടക്കുന്നുണ്ട്. നമുക്ക് യോജിക്കാവുന്നത് വേണമല്ലോ. ഒക്കിലൊതുങ്ങാവുന്നതല്ലേ കൊത്താവൂ. എല്ലാം ശരിയാകും. തിരുവിതാംകൂറിന്റെ ദളവരാമയ്യന് എല്ലാ ഐശ്വര്യവും ഉണ്ടാകട്ടെ. എല്ലാം മംഗളമായി തീരട്ടെ. കാളിയുടെ കൃപാവരം ധാരാളമുണ്ട്. ദൈവീ കടാക്ഷം അതൊന്നു മാത്രമാണ് ഈ രാമയ്യന്റെ ഉയർച്ചയ്ക്ക് കാരണം. കാളി കാക്കുമാറാകണേ. ഭദ്രകാളിയെ വിളിച്ച വിളിപ്പുറത്താ. ഭക്തരെ കൈവിടില്ല, ഉറപ്പ്. പിന്നെ തിരുമേനി, ചണ്ടാളന്മാരെയും ശൂദ്രരെയും ഒക്കെ ഇവിടെ കയറ്റി പോകരുത്. വേദങ്ങളും ഉപനിഷത്തുകളും ജാതി വ്യവസ്ഥ കർശനമായി പറഞ്ഞിട്ടുണ്ട്. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. ഉവ്വ് ഉവ്വ്. എടാ നിൽക്കവിടെ. കൊട്ടാരത്തിലേക്കുള്ള നെല്ല് എവിടെയാടാ? വെള്ളപ്പൊക്കം വന്ന് കൃഷി നശിച്ചു. കരം തരാതെ കൃഷി ചെയ്യണ്ട. തമ്പ്ര, എന്റെ കുടുംബം പട്ടിണിയിലാകും. അടുത്ത പൂവിനെ തരാട്ടോ. അടുത്ത കൃഷി ഇറക്കുന്നത് വേറെ ആളുകളാ. ഇത് ഏതാടാ? എന്റെ കൊണ്ടാട്ടയാ. കൊള്ളാമല്ലോടാ. ആഹാ, പൊണ്ടാട്ടിയുടെ പേരെന്താ? കനിമൊഴി. ரொம்ப നന്നായിരിക്ക്. പേര് പോലെ സൗന്ദര്യവതിയാ. മിടിക്കാണ്. നിനക്ക് കൊട്ടാരത്തിലേക്ക് പോന്നൂടെ? ഞാൻ കണവനെ വിട്ട് എങ്ങുമില്ല. നീ മനസ്സ് വെച്ച നികുതി കുടിശ്ശിക മാറ്റിത്തരാം. മാടിച്ചു നിൽക്കാതെ വാ പെണ്ണെ. നല്ല വടിവൊത്ത കാഴ്ച. ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരുമാണ്. അത് വേറെ ഇത് വേറെ. വാടി, കൊട്ടാരത്തിലേക്ക് പോവാം. തമ്പ്ര, അവളെ കൊണ്ടുപോകരുത്. അവളില്ലെങ്കിൽ ഞാൻ ചത്തുപോകും. അയ്യോ തമ്പ്ര. എന്താണത്? നീ ആരടാ? ഇവരുടെ സംബന്ധക്കാരനോ? ഈ ദളവ രാമയ്യന്റെ ഭടനോട് ചോദിക്കാൻ. ഞാനൊരു മനുഷ്യൻ, ഒരു മനുഷ്യ സ്നേഹി. അവളെ തൊട്ടുപോകരുത്, വിടടാ. താൻ ഇവരുടെ കര അടയ്ക്കോ? തമ്പ്ര, വെള്ളപ്പൊക്കം വന്ന് കൃഷി മുഴുവനും നശിച്ചു പോയി. അടുത്ത കൊയ്ത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞു. പ്രകൃതിക്ഷോഭങ്ങളും കൊടുങ്കാറ്റും ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും ഒക്കെ ഉണ്ടാകുമ്പോൾ പ്രജകളെ പരിപാലിക്കുകയല്ലേ വേണ്ടത് ദളവയുടെ മൂടുതാങ്ങികളെ. ദളവയെ ആക്ഷേപിച്ചാലേ എനിക്ക് സഹിക്കില്ല. തെമ്മാടിത്തരം ചെയ്യാൻ ദളവ പോടാ. ധൈര്യമുണ്ടെങ്കിൽ ഹെഡാ, നാറി. അരുത്, ആരെയും ഹിംസിക്കരുത്. നിന്നെ പിന്നെ കണ്ടോളാം. പേടിച്ച് പോയോ? തമ്പ്രാനാണ് എന്നെ രക്ഷിച്ചത്. അങ്ങൊന്ന് ഈശ്വരനാണ്, ദേവനാണ്. ഞാൻ ഈശ്വരനും ദേവനും ഒന്നുമല്ല, അനീതിക്കെതിരെ പോരാടുന്ന ഒരു മനുഷ്യൻ. വാ, നമുക്ക് പ്രസാദം വാങ്ങിക്കാം. തമ്പ്ര, ഈ ഉപകാരത്തിന് എന്തും ഞങ്ങൾ അങ്ങേക്ക് തരും. ജാതി വ്യവസ്ഥയുടെ പേരിൽ പാവപ്പെട്ടവരെ ദ്രോഹിക്കാൻ ആർക്കും ഒരു അനുവാദവും കൊടുത്തിട്ടില്ല. നിങ്ങൾ ധൈര്യമായി പോയിക്കൊള്ളൂ.
എന്തുകൊണ്ടാണാവോ നീലകണ്ഠപിള്ള അസ്വസ്ഥനായി കാണപ്പെടുന്നത്? എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരു വിഘ്നേശ്വര പൂജ അങ്ങ് നടത്താം, എല്ലാം ശരിയാകും. എന്താ നാള്? അനീഴം, വയസ്സ് 44. അച്ഛൻ്റെ പേര് വാസുദേവൻ നമ്പൂതിരി, അമ്മ ദേവകിയമ്മ. എല്ലാ വിഘ്നങ്ങളും മാറും, ഒട്ടും സംശയിക്കണ്ട. തിരുമേനി, ഞാൻ വളരെ നിരാശനാണ്. തറവാട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. വസൂര് മൂലം പല ബന്ധുമിത്രാദികളും മരിച്ചു. പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷി നശിച്ചു. പാടത്ത് പണിയെടുക്കുന്ന കന്നുകാലികൾ ചത്തു വീഴുന്നു. ഞാൻ എന്താണ് ചെയ്യുക? എല്ലാ വഴിപാടുകളും മാറി മാറി ചെയ്തു, ഒരു ഫലവും കാണുന്നില്ല. ഇനി എങ്ങോട്ട് എന്ന ചോദ്യചിഹ്നമാണ് എൻ്റെ മുൻപിൽ. നീലകണ്ഠ, എല്ലാം ശരിയാകും. ചിലതെല്ലാം കാലം സുഖപ്പെടുത്തും. ധൈര്യമായിരിക്കുക. സ്വർഗസ്ഥനായ പിതാവേ, ഭാരതത്തിന്റെ അപ്പസ്തോലനായ മാർ തോമാസ് ശ്ലീഹായെ മറ്റുള്ളവർക്ക് പ്രേക്ഷിത ചൈതന്യം പകർന്നു നൽകുവാൻ എന്നെ സഹായിക്കണമേ. യെസ്, കമിൻ. താങ്ക് യു ഫാദർ മുട്ടാരി. ഹലോ, ഇതാരാ? മാർത്താണ്ഡവർമ്മ രാജാവിന്റെ സൈന്യാധിപൻ? യെസ്, ഫ്ലച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ ഡച്ചുകാരുടെ സൈന്യാധിപൻ. മാർത്താണ്ഡവർമ്മ സമർത്ഥനാണ്. അതുകൊണ്ടാണ് ശത്രുവായി എന്നിപ്പിടിച്ച് സൈന്യാധിപനാക്കിയത്. ഐ ഹാവ് കം ഹിയർ ടു ഇൻഫോം അബൌട്ട് ദി ഫെയ്ത്ത് ഓഫ് നീലകണ്ഠപിള്ളൈ. നീലകണ്ഠപിള്ളയുടെ മാമോദിസയെ കുറിച്ച് പറയാനായിരിക്കും. എക്സാക്ട്ലി. ഗുഡ് ഗുഡ്. ഞാൻ താങ്കളുടെ ഉദ്യമത്തെ സ്വാഗതം ചെയ്യുന്നു. ഡച്ച് സൈന്യാധിപൻ തിരുവിതാംകൂറിന്റെ സൈന്യാധിപനായതിൽ സന്തോഷം. ക്രിസ്തീയ വിശ്വാസം നീലകണ്ഠപിള്ളയ്ക്ക് പകർന്നു കൊടുത്തതിൽ അഭിമാനിക്കാം. മേ ഐ കോൾ നീലകണ്ഠപിള്ളൈ? ഓഫ് കോഴ്സ്, മിസ്റ്റർ ഡിലിനോയ്. നീലകണ്ഠപിള്ളയെ വിളിക്കണം. നീലകണ്ഠപിള്ള വന്നാൽ. എന്നെക്കുറിച്ച് അറിഞ്ഞു കാണുമല്ലോ. എനിക്ക് ക്രിസ്തുവിന്റെ അനുയായിയാകണം. എനിക്ക് ക്രിസ്ത്യാനിയാകണം. ക്രിസ്തുവിനെ കുറിച്ച് എല്ലാം ഡിവിനോയി എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സൈന്യാധിപൻ ഡച്ചുകാരനാണെങ്കിലും ഉത്തമ ക്രിസ്തീയ വിശ്വാസം ശിരസാ വഹിക്കുന്നവനാണ്. താങ്ക് യു ഫാദർ. നന്നായി ചിന്തിച്ചാലോചിച്ചിട്ടാണോ നീലകണ്ഠപിള്ള ഈ പറയുന്നത്? താങ്കൾ ക്രിസ്തുമതം സ്വീകരിച്ചാൽ സ്ഫോടനാത്മകമായൊരു അന്തരീക്ഷമാണ് ഉണ്ടാവുക. ഒരുപാട് സഹനങ്ങൾ ഞാൻ നിങ്ങളുടെ വഴിയിൽ കാണുന്നു. എന്ത് പീഡനങ്ങളും സഹിക്കാൻ ഞാൻ തയ്യാറാണ്. 33 കോടി ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടും ഒരു ഫലവും ഉണ്ടായില്ല. ഏകരക്ഷകനായ ദൈവമായ ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അവിടുത്തെ ആരാധിക്കുന്നു. നിങ്ങളുടെ കുടുംബം, ഭാര്യ, നാട്ടുകാർ എന്നിവരെയൊക്കെ നാം കാണണ്ടേ? യാഥാസ്ഥികരായ നിങ്ങളുടെ ഭരണകൂടത്തിന് നിങ്ങൾ അവരുടെ കണ്ണിൽ ഒരു കരടായിരിക്കും അല്ലേ? ഒന്നും കൂടി ആലോചിച്ച് നോക്കൂ. ഒരു ഉന്നത കുലജാതനായ താങ്കൾ മാമോദിസ സ്വീകരിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ നിരവധിയാണ്. കൊട്ടാരത്തിലെ ജോലി നഷ്ടപ്പെടുന്നു. രാജകോപം ജാതിമത കോമരങ്ങളിലൂടെ പടർന്നു പിടിക്കും. ക്രിസ്തീയ വിശ്വാസം മ്ലേച്ഛമാണെന്നും ദേവീകോപം ഉണ്ടാകുമെന്നും പറഞ്ഞു പരത്തും. പ്രിയ പിതാവേ, ഞാൻ ഉറച്ച തീരുമാനത്തിലാണ്. പീഡനങ്ങൾ പറഞ്ഞ് എന്നെ മാറ്റാൻ ആർക്കും സാധിക്കില്ല. എത്രയോ പേർ ക്രിസ്തീയ വിശ്വാസത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചു. വിശുദ്ധ പത്രോസ്, വിശുദ്ധ പീലിപ്പോസ്, വിശുദ്ധ ബർത്തലോമിയ,
വിശുദ്ധ മത്തായി എന്നിവർ കുരിശിൽ തറച്ച് കൊല്ലപ്പെട്ടു. വിശുദ്ധ യാക്കോബ്, വിശുദ്ധ ശിമയോൻ, വിശുദ്ധ പൗലോസ് തുടങ്ങിയ നിരവധി പേർ വാളിനിരയാക്കപ്പെട്ടു. വിശുദ്ധ തോമസ് ലീഹ കുന്തത്താൽ വധിക്കപ്പെട്ടു. റോമിലെ കൊളോസിയത്തിൽ വന്യമൃഗങ്ങളാൽ പീഡിപ്പിച്ചു കൊന്നത് എണ്ണിയാൽ ഒടുങ്ങാത്ത രക്തസാക്ഷികൾ. അതെ, ഗാഗുൽത്തായിലെ കുരിശിന്മേൽ 3 ആണികളിൽ മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് വേണ്ടി ജീവിതം ഹോമിച്ച ക്രിസ്തുനാഥനാണ് എന്റെ ദൈവം, എന്റെ സർവസ്വവും. മിസ്റ്റർ ഡെലിനോയ്, യു ആർ എ മിഷണറി, എ ട്രൂ മിഷണറി. ക്രിസ്തുവിൽ വിജാതീയർക്കുള്ള വിശ്വാസം എന്നെ അത്ഭുതപ്പെടുത്തുന്നു. നീലകണ്ഠപിള്ളേ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ക്രിസ്തു ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു അവനോട് അരുളി ചെയ്തു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. ഇതുതന്നെയാണ് എനിക്ക് പിള്ളയോടും പറയാനുള്ളത്. പിള്ളയ്ക്ക് ക്രിസ്തുവിനെ വെളിപ്പെടുത്തി തന്നത് സ്വർഗസ്ഥനായ പിതാവാണ്. അതുകൊണ്ട് നീലകണ്ഠപിള്ള മാമോദിസ സ്വീകരിക്കുവാൻ യോഗ്യനാണ്. മാമോദിസയ്ക്കുള്ള ഒരുക്കങ്ങൾ ചെയ്യൂ. Gloria in excelsis Deo. Et in terra pax hominibus, bone voluntatis, laudamus te, benedicimus te, adoramus te, glorificamus te, gratias agimus tibi, propter manam gloriam tua. ദുഷ്ടശക്തികൾ നിന്നിൽ നിന്നും അകന്നു പോകട്ടെ. ദേവദൂതന്മാരും മാലാഖമാരും നിനക്ക് അകമ്പടി സേവിക്കട്ടെ. ലാസർ എന്നർത്ഥമുള്ള ദേവസഹായം എന്ന് നാമകരണം ചെയ്യുന്നു. രാമയ്യൻ ദളവായെ ഒന്ന് മുഖം കാണിക്കാൻ വന്നതാ. ദളവ കുറച്ച് വൈകുമെന്നാണ് പറഞ്ഞത്. വേറെ ആരെങ്കിലും മുഖം കാണിച്ചാൽ മതിയെങ്കിൽ ഞാൻ തയ്യാറാണ്. ഓഹോ, നല്ല തമാശക്കാരനാണെന്ന് തോന്നുന്നു. അതെ അതെ, കുഞ്ചൻ നമ്പ്യാർ എന്റെ ഭാഗ്യയിലൊരു അപ്പൂപ്പനായിട്ട് വരും. ഇടുക്കൻ തന്നെ. താൻ ഇരിക്കേണ്ടിടത്ത് താൻ ഇരുന്നില്ലെങ്കിൽ അവിടെ ശുനകൻ കയറിയിരിക്കുമെന്ന് പറഞ്ഞത് എത്ര ശരിയാ. തിരുവിതാംകൂർ രാജ്യത്തിന്റെ തളവ നീണാൾ വാഴട്ടെ. രാമയ്യൻ തളവ നീണാൾ വാഴട്ടെ. യുദ്ധം ചെയ്യുന്നതിന് എല്ലാവരും തയ്യാറായിരിക്കണം. കടൽ വഴിയും കരവഴിയും ശത്രുക്കളുണ്ട്. ഡച്ചുകാരെ നാം തോൽപ്പിച്ചു എന്നത് ശരി തന്നെ. കടൽ രാജാക്കന്മാരായ സ്പെയിൻ, പോർച്ചുഗൽ, ഫ്രാൻസ്, ഇംഗ്ലണ്ട് തുടങ്ങിയ രാജ്യങ്ങൾ തക്കം പാർത്തുകൊണ്ടിരിക്കുകയാണ്. കരയിലാണെങ്കിൽ ചേര രാജാക്കന്മാരെയും നാം കരുതിയിരിക്കണം. പ്രഭു, എന്താണ് തിരുമേനി വന്നിരിക്കുന്നത്? ചില കാര്യങ്ങൾ ദളവയെ ഉണർത്തിക്കാനുണ്ട്. തിരുമേനി പറയണം. ഈ കൊട്ടാരത്തിലെ ഒരാളെ കുറിച്ച് പറയാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അത് ആരായാലും എന്തായാലും വിരോധമില്ല, പറയൂ. രാജാവിന്റെ സമക്ഷം വലിയ വീരപുരുഷനാണല്ലോ വാസുദേവൻ നമ്പൂതിരിയുടെ മകൻ നീലകണ്ഠപിള്ള. രാജാവിന്റെ വിശ്വസ്തനും വീരശൂര പരാക്രമിയുമാണ്. നീലകണ്ഠപിള്ള ക്രിസ്ത്യാനിയായി വിദേശ മതം സ്വീകരിച്ചു. ഓഹോ, വരൂ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ഏതൊരു വിദ്യാസംബന്ധിയുടെ കാര്യം പറഞ്ഞല്ലോ. രാജാവിനും മന്ത്രിമാർക്കൊക്കെ മുന്തിയ ഇനം വിദേശ മദ്യം കൊണ്ടുവരണ കാര്യമാവാനാണ് സാധ്യത. ഈ നാടൻ സാധനം കഴിക്കുന്നതിനേക്കാൾ നല്ലത് വിദേശ മദ്യം തന്നെയാണ്. എടാ പുട്ടന്മാരെ,
വിദേശ മദ്യം എന്നല്ല, വിദേശ മതം എന്നാണ് പറഞ്ഞത്. എപ്പോഴും തീറ്റ തന്നെ തീറ്റ. അടക്കിനായിരി മുമ്പും പടക്കിനായിരി പിമ്പും. നീലകണ്ഠ പിള്ളയും ഭാര്യ ഭാർഗവി അമ്മയും ക്രിസ്തുമതം സ്വീകരിച്ചു. ഇത് വീട്ടിലും നാട്ടിലും പോളിളക്കം ഉണ്ടാക്കി. വീട്ടിൽ അടിയന്തരമായി തറവാട്ട് യോഗം ചേർന്നു. ബ്രാഹ്മണ പ്രമുഖരെയും വിളിച്ചു വരുത്തി. നീലകണ്ഠ പിള്ളയും ഭാര്യ ഭാർഗവി അമ്മയും ഹിന്ദുമതം ഉപേക്ഷിച്ച് വൈദേശിക മതമായ ക്രിസ്തുമതം സ്വീകരിച്ചു. അതാണ് മരുതൻകുളങ്ങര തറവാടിന്റെ നാശത്തിന് കാരണമെന്ന് അവർ വിധിയെഴുതി. കുലദൈവമായ ഭദ്രകാളിയുടെ കോപം ആളിക്കത്തിയിരിക്കുകയാണെന്നും ആ കോപാഗ്നിയിൽ തറവാട് തകർന്ന് തരിപ്പണമാകുമെന്നും അവർ വിലയിരുത്തി. നീലകണ്ഠപിള്ള അങ്ങനെ ചെയ്തു. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇത് ഞങ്ങൾ മാത്രമല്ല, ബ്രാഹ്മണ സമൂഹം ഒന്നടക്കം പറയുന്നതാണ്. തിരുവിതാംകൂറിന്റെ അടിത്തറ ഇളകാൻ പോകുന്നു. ആ മ്ലേച്ഛ മതത്തിലേക്ക് ആളുകളെ മുഴുവൻ വശീകരിക്കുന്നു. ഹിന്ദുക്കൾ ഇവിടെ ഇല്ലാതാകും. ഞങ്ങൾക്ക് രാജാവിനെ കണ്ട് ഒരു കാര്യം ബോധിപ്പിക്കണം. നിങ്ങളെല്ലാവരും എന്റെ കൂടെ നിൽക്കണം. ആ പിള്ളയെ ഞാനൊരു പാഠം പഠിപ്പിക്കും. ഞാൻ രാജാവിനെ ആനയിക്കാം. നിങ്ങൾ എല്ലാ കാര്യങ്ങളും വിശദമായി സംസാരിച്ചോളൂ. രാജാവിനോട് കാര്യം ഗൗരവമായി തന്നെ സംസാരിക്കണം. ആ ഡച്ചുകാരൻ ഡിലിനോയ് ആണ് നീലകണ്ഠ പിള്ളയെ മതം മാറ്റിയത്. ദേവി കോപം ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. വിദേശ മതത്തിലേക്ക് കാശും കൊടുത്ത് ആളുകളെ വശീകരിക്കുന്നു. തിരുവിതാംകൂർ ആകെ മാറിപ്പോകും. രാജാവ് ദിനാർ പാടട്ടെ, രാജാവ് ദിനാർ പാടട്ടെ, രാജാവ് ദിനാർ പാടട്ടെ. എന്താണ് രാമയ്യൻ ദളവ പ്രശ്നം? ബ്രാഹ്മണർ മൊത്തം ക്ഷോഭിച്ചിരിക്കുകയാണ്. അവർ തന്നെ പറയും. നീലകണ്ഠ പിള്ള ക്രിസ്തുമതം സ്വീകരിച്ചു. തറവാട്ടിലെ കാരണവർ ദേവി കോപം കാരണം പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചു. എല്ലാവരെയും വിദേശ മതത്തിലേക്ക് മാറ്റുകയാണ്. തിരുവിതാംകൂറിന്റെ അടിത്തറ പൊളിയാൻ പോവുകയാണ്. എല്ലാ ജോലിയും കൃത്യതയോടെയും സൂക്ഷ്മതയോടെയും വിശ്വസ്തയോടെയും തീർക്കുന്ന നീലകണ്ഠപിള്ള ഇപ്രകാരം ചെയ്തതിൽ നാം അത്ഭുതപ്പെടുന്നു. ബ്രാഹ്മണർ വെറുതെ പറയില്ലല്ലോ. നമുക്ക് നീലകണ്ഠപിള്ളയെ വിളിച്ചു വരുത്തുന്നതല്ലേ നല്ലത്. ആരെവിടെ? നാം കൽപ്പിക്കുന്നു, നീലകണ്ഠപിള്ളയെ ബന്ധനത്തിലാക്കി കൊണ്ടുവരൂ. ബ്രാഹ്മണരായ നിങ്ങൾക്ക് അദ്ദേഹത്തെ ഉപദേശിക്കാമായിരുന്നില്ലേ? നീലകണ്ഠപിള്ളയുടെ അച്ഛൻ അമ്പലത്തിലൊരു പൂജാരി. അദ്ദേഹം വരെ പറഞ്ഞു നോക്കി. പാറ പോലെ ഉറച്ചതാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം. ഏതോ കൈവിഷം കൊടുത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. നീലകണ്ഠപിള്ളേ, നാം എന്താണ് ഈ കേൾക്കുന്നത്? പിള്ളയും ഭാര്യയും ക്രിസ്തുമതം സ്വീകരിച്ചു എന്ന് പറയുന്നത് ശരിയാണോ? ശരിയാണ് പ്രഭു. സത്യദൈവമായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. 33 കോടി ദൈവങ്ങളെ ആരാധിച്ചിരുന്ന ഞാൻ ഏക സത്യദൈവമായ യേശുവിൽ വിശ്വസിക്കുന്നു. അവിടുന്ന് സ്വയം എനിക്ക് വെളിപ്പെടുത്തി തന്നു. ജാതി വ്യവസ്ഥയില്ലാത്ത, മനുഷ്യരെ എല്ലാവരെയും ഒരുപോലെ കാണുന്ന, ഉച്ചനീചത്വങ്ങളില്ലാത്ത സ്നേഹത്തിന്റെ മതമാണത്. മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് വേണ്ടി 3 ആണികളിൽ കുരിശിൽ തറയ്ക്കപ്പെട്ട സഹനത്തിന്റെ വഴി കാണിച്ചു തന്ന ക്രിസ്തുദേവനാണ് എന്റെ ദൈവം. പിള്ള എല്ലാം മനസ്സിലാക്കിയിട്ടാണോ ഇതൊക്കെ പറയുന്നത്? സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടും. പിള്ളയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടേണ്ടി വരും. ഈ ഭൂമിയിലെ സ്ഥാനമാനങ്ങളും സമ്പത്തും ജോലിയുമെല്ലാം നശ്വരമാണ്. ഞാനിവയെല്ലാം യേശുവിനെ പ്രതി ഉച്ഛിഷ്ടമായി കരുതുന്നു. മഹാരാജാവിന്റെ ചോറ് തിന്നു വളർന്ന നീലകണ്ഠപിള്ള ക്രിസ്ത്യാനിയായ വലിയ കപ്പിത്താൻ ഡിലിനോയുമായി ചേർന്ന് രാജ്യത്തെ റോമാ സാമ്രാജ്യത്തിന് ഒറ്റിക്കൊടുക്കുന്നു. എല്ലാ ചുമതലകളും 100% കൃത്യമായി ആത്മാർത്ഥതയോടെ നിർവഹിക്കുന്ന ഈ പിള്ളയെ നാം എന്തു ചെയ്യും? രാജാവ് പിള്ളയെ കെട്ടിപ്പിടിച്ചിരുന്നോളൂ. ബ്രാഹ്മണരെല്ലാം നാട് വിട്ടു പോകുകയാണ്. എന്ത്? ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? കുളമക്കാട്ടിൽ ആരാധാരുടെ കയ്യിൽ ഏൽപ്പിക്കുക. പീഡനങ്ങൾക്ക് ശേഷം ശിരച്ഛേദനം ചെയ്യട്ടെ. ആരെവിടെ?
പിള്ളയെ കുളുമക്കാട്ടിൽ ആരാച്ചാരുടെ അടുക്കിലേക്ക് കൊണ്ടുപോകാൻ നാം കൽപ്പിക്കുന്നു. ഉത്തരവ്. എന്താണാവോ? രാജാവ് തിരുമനസും ദളവയും രാജദ്രോഹ കുറ്റത്തിന് ഈ പിള്ളയെ ഇങ്ങോട്ട് അയച്ചിരിക്കുക. ഉവ്വ് ഒരു സ്വല്പം നേരം അവിടെ നിൽക്കാൻ. ഞാൻ ഈ വാളൊന്ന് രാഗി മൂർച്ച വെപ്പിച്ചോട്ടെ. ഓ ഓ അടുത്തു പോകരുത്. നിങ്ങൾ ആരാ? ഞാൻ നീലകണ്ഠപിള്ളയുടെ തമ്പുരാട്ടിയാ. അവിടെ നിൽക്കൂ. ഞാൻ ആരാച്ചാരോട് ചോദിക്കട്ടെ. ആരാച്ചാരെ, പ്രതിയുടെ തമ്പുരാട്ടി വന്നിട്ടുണ്ട്, കാണണമത്രേ. ഓ, കടന്നു വരൂ. കണ്ടിട്ട് വേഗം പോയിക്കൊള്ളണം. എന്റെ നാഥ, എനിക്കിനി ആരുണ്ട്? എന്നെ നീ വിവാഹം കഴിച്ചതു മുതൽ വേദനകളും പരിഹാസങ്ങളും മാത്രമാണ് ഇന്നേ വരെ നിനക്ക് ലഭിച്ചത്. ഇത് നമ്മുടെ അവസാനത്തെ കൂടിക്കാഴ്ചയാണ്. ഏതാനും ദിവസങ്ങൾക്കകം അവരെന്നെ കൊല്ലും. എന്നാൽ നീ പതറരുത്. എന്റെ മരണത്തിന് ശേഷം നീ വടക്കൻ കുളത്തേക്ക് പോകണം. അവിടെ നീ സുരക്ഷിതയായിരിക്കും. നമുക്ക് സ്വർഗത്തിൽ വെച്ച് കാണാം. ധീരതയോടെ യേശുവിനെ പ്രതി മരണം വരിക്കാനുള്ള ശക്തിക്കായി നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വാഴക്കുല വെട്ടുന്ന പോലെ തല വെട്ടാലേ? നമ്മുടെ തൊഴിലതല്ലേ. കൊയ്ത്തു കഴിഞ്ഞാൽ തല അങ്ങ് കൊടുത്തയക്കും. ഈ നെല്ല് കൊയ്ത്തു കഴിഞ്ഞാലാ? നെല്ലല്ല ഇവിടെ കൊയ്യുന്നത്, തലയാ, തല. അയ്യോ, ആരാച്ചാരുടെ കൈയൊക്കെ വിറയ്ക്കോ? മനസ്സൊക്കെ മരവിച്ചു. എന്തു ചെയ്താലും ഒന്നും മനസ്സിന് ഏശനില്ല. ഈ വെട്ടിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഞാൻ ഒരു ദിവസം കുറച്ച് സോമരസം, അതറിയാലോ, കഴിച്ചിരിക്കുകയായിരുന്നു. രാജാവിൻ്റെ കൽപ്പന ഉടനടി തല അങ്ങോട്ട് കൊടുത്തയക്കാൻ. ഞാൻ അരയും തലയും മുറുക്കി ഭദ്രകാളിയെ തൊഴുത് വാളെടുത്ത് ഒരൊറ്റ വെട്ട. വാള് ദാ കിടക്കുന്നു. പ്രതി രക്ഷപ്പെട്ടോ? അയാളുടെ ഭാഗ്യം. ഒരു വെട്ടല്ലേ പാടുള്ളൂ, 51 വെട്ടൊന്നും പാടില്ല. അതാണ് കൽപ്പന. അയാൾ രക്ഷപ്പെട്ടു. രാജാവ് ഒരു എഴുത്ത് തന്നയച്ചിട്ടുണ്ട്. ഇതാ: കുളമക്കാട്ടിൽ ആരാച്ചാർക്ക് മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ കൽപ്പനകൾ. ഈ പ്രതി പിള്ള ക്രിസ്തുമതം സ്വീകരിച്ചു. ക്രിസ്തുമതം ഉപേക്ഷിച്ച് ഹിന്ദുമതത്തിലേക്ക് ഇയാളെ തിരികെ കൊണ്ടുവരാൻ ഭീഷണിപ്പെടുത്തുക. ചൂരൽ കൊണ്ടും മുൾവടി കൊണ്ടും 30 അടി വീതം ദിവസങ്ങളോളം കൊടുത്ത് പരീക്ഷിക്കുക. അടിപ്പാടുകളുടെ ഉഴവുചാലുകളിൽ മുളകരച്ച് തേച്ചു പിടിപ്പിച്ച് ചുടുമണലിൽ കിടത്തി ഉരുട്ടുക. കൊടും വെയിലിൽ നിർത്തുക. ഉഗ്രവിഷമുള്ള പാമ്പുകളുടെയും തേളുകളുടെയും കൂട്ടിലടച്ചിടുക. എരുക്കിൻ മാലയണിയിച്ച് ഓത്തിൻ പുറത്തിരുത്തി തെരുവീഥികളിലൂടെ നഗരി കാണിച്ച് പരിഹസിക്കുക. ഇതൊക്കെയാണല്ലേ രാജാവിന്റെ കൽപ്പനകൾ. താനിങ്ങു വാ,
ആദ്യം തന്നെ ഇയാളെ കൊണ്ടുപോയി 30 ചാട്ടവാറടി കൊടുത്തു കൊണ്ടുവാ. ലക്ഷ്മി, പ്രതിയെ കണ്ടില്ലല്ലോ. ഞാൻ ആ മനുഷ്യനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. തല വെട്ടാൻ മാത്രം എന്തു കുറ്റമാണ് ഈ മനുഷ്യൻ ചെയ്തത്? ഈ മനുഷ്യൻ ഒരു കൊലപാതകിയൊന്നുമല്ല, ക്രിസ്തുമതം സ്വീകരിച്ചതാണ് പ്രശ്നം. അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യാനിയായ ഡിലിനോയിയെ സൈനിക തലപ്പത്ത് വെച്ചത് എന്തിനാ? തിരുവായ്ക്ക് എതിർവായില്ലെന്റെ ലക്ഷ്മി. അവിടെ എരിക്കിൻമാലയുണ്ടോ? എന്നാൽ എരിക്കിൻമാല എണീച്ച് പോത്തിൻ പുറത്തിരുത്തി ചെണ്ട കൊട്ടി പരിഹസിക്കാം. നടക്ക്. മാലയിട്ട് കൊണ്ടുപോ. തനിക്ക് ഈ വിദേശ മതത്തിൽ നിന്ന് പിന്തിരിഞ്ഞുകൂടെ? എല്ലാവിധ സ്ഥാനക്കയറ്റവും സമ്പത്തും കൈവരും. അതെന്റെ ആത്മാവിന്റെ വിഷയമാണ്. ആത്മാവിന്റെ അധികാരി ദൈവം മാത്രമാണ്. സത്യദൈവം ആരെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ക്രിസ്തുമതം സ്വീകരിച്ചത്. തന്നെയൊന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ പറ്റുമോ എന്ന് നോക്കിയതാ. താങ്കളുടെ സന്മനസ്സിന് നന്ദി. എന്റെ വാളിന്റെ ദാഹം തീർക്കാനാണ് ഭാവമല്ലേ? ഇയാളെ എരിക്കൻ മാലയിട്ട് പോത്തിൻ പുറത്ത് കയറ്റി നാട്ടിലൂടെ നഗരി കാണിക്കുക. ഉത്തരവ് നടപ്പാക്കും. ക്രിസ്ത്യാനിയായി നീലകണ്ഠപിള്ള നാടിന് അപമാനമാണ്. മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ കൽപ്പന. ഈ പോത്തിൻപുറത്ത് എരിക്കിൻമാലയിട്ട് തെരുവീതികളിലൂടെ നഗരി കാണിക്കുന്ന നീലകണ്ഠപിള്ള ക്രിസ്തുമതം സ്വീകരിച്ചു. തിരുവിതാംകൂറിനെ ഒറ്റിക്കൊടുത്തു. തലവെട്ടുന്നതിന് മുമ്പ് പ്രജകൾക്കുള്ള മുന്നറിയിപ്പ്. ലക്ഷ്മി, ഈ മനുഷ്യൻ ക്രിസ്തുമതം ഉപേക്ഷിക്കാൻ തയ്യാറല്ല. ആരാച്ചാരുടെ അടുത്തേക്ക് വിട്ടത് തല കൊയ്യാൻ തന്നെയാണ്. അയാൾ ഒരു പാവമാണെന്ന് തോന്നുന്നു. ആരെയും ഉപദ്രവിക്കാത്ത ഒരു മനുഷ്യൻ. നഗരി കാണിച്ചിട്ടും നേർവഴിക്ക് വരുന്നില്ലെങ്കിൽ ശിക്ഷ നടപ്പാക്കുക. ഞാൻ ഭദ്രകാളിയോട് പ്രാർത്ഥിക്കട്ടെ. ക്രിസ്തുമതം ഉപേക്ഷിക്കാൻ തയ്യാറാണോ? അല്ല. ക്രിസ്തുമതം ഉപേക്ഷിക്കാൻ തയ്യാറാണോ? അല്ല. ക്രിസ്തുമതം ഉപേക്ഷിക്കാൻ തയ്യാറാണോ? തയ്യാറല്ല, തയ്യാറല്ല, തയ്യാറല്ല. മരക്കുരിശിൽ 3 ആണികളിൽ തറയ്ക്കപ്പെട്ട ക്രിസ്തുനാഥനാണ് എന്റെ ദൈവം. തല വെട്ടാനുള്ള പീഠം കൊണ്ടുവരൂ. ദേവി കടാക്ഷിക്കണേ. അരുത്, പിള്ളയെ വധിക്കരുത്. മഹാരാജാവ് വധശിക്ഷ ഒഴിവാക്കിയതായി കൽപ്പിക്കുന്നു. ആരാച്ചാരെ, എന്താ തിരക്കിട്ട്? തിരുവിതാംകൂറിന്റെ തലവ രാമയൻ ഇതാ എത്തിക്കഴിഞ്ഞു. അങ്ങുന്ന് ഇരുന്നാട്ടെ. ആരാച്ചാരെ, കഴിഞ്ഞ പ്രാവശ്യം തല വെട്ടരുതെന്ന് രാജകൽപ്പന അയച്ചിരുന്നു. തിരുവിതാംകൂറിനെ റോമാ സാമ്രാജ്യത്തിന്റെ കീഴിൽ കൊണ്ടുവരാനുള്ള തന്ത്രമാണ് നീലകണ്ഠപിള്ളയും ഡച്ചുകാരനായി ഡിലിനോയിയും നടത്തുന്നത്. നമുക്കതിനെ ചെറുത്ത് തോൽപ്പിക്കണ്ടേ? ഹൈന്ദവ രക്തം നമ്മുടെ സിരകളിലൂടെ ഒഴുകുന്നുണ്ടെങ്കിൽ
നാം അയാളെ നശിപ്പിച്ചിരിക്കണം. ഓ തീർച്ചയായും. പിന്നെന്താ തലവെട്ടരുതെന്ന് പറഞ്ഞത്? പിള്ളയെ ആരാച്ചാരുടെ വീട്ടിലേക്ക് ഇറക്കിക്കൊണ്ടുവരുന്ന സമയത്ത് ഒരു ഹിന്ദു സന്യാസി രാജാവിനെ മുഖം കാണിക്കാൻ വരികയായിരുന്നു. കാര്യങ്ങൾ മനസ്സിലാക്കിയ സന്യാസി രാജാവിനോട് ഉണർത്തിച്ചു. രാജാവിന്റെ കൽപ്പന പ്രകാരം ഒരു നിരപരാധിയുടെ രക്തം ചിന്താൻ കാരണമായാൽ അത് രാജാവിനും രാജകൊട്ടാരത്തിനും ദോഷം ചെയ്യും. അങ്ങനെയാണത് സംഭവിച്ചത്. പിന്നെന്തിനാണ് ഈ പിള്ളയെ ഇവിടെ നിർത്തിയിരിക്കുന്നത്? പറഞ്ഞിട്ടുള്ള പീഡനങ്ങൾ മുറക്കി നടക്കട്ടെ. ചോര ഒഴുകുന്നതാണല്ലോ രാജാവിന് പ്രശ്നം. അതിന് വേറെ വഴിയുണ്ട്. വെടിവെച്ച് കൊല്ലുക. അതിനുള്ള ഉത്തരവ് വഴിയേ വരും. ശരി അങ്ങുന്നേ. ലക്ഷ്മി, ഒന്നിങ്ങോട്ട് വന്നേ. ഒരു സന്തോഷ വാർത്തയുണ്ട്. നിങ്ങൾ ഒരു കുട്ടിയുടെ അച്ഛനാവാൻ പോകുന്നു. ഈശ്വരന് സ്തുതി. വിവാഹം കഴിഞ്ഞ് 20 കൊല്ലം കഴിഞ്ഞിട്ടും കുട്ടികളില്ല എന്ന സങ്കടം നമ്മുടെ പുണ്യപുരുഷനായ പിള്ളയോട് പറഞ്ഞപ്പോ അദ്ദേഹം നമുക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചല്ലോ. അദ്ദേഹത്തിന്റെ ദൈവം നമ്മളെ രക്ഷിച്ചു. ഞാൻ അദ്ദേഹത്തെ വിളിക്കട്ടെ. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. യേശുവിന്റെ അമ്മ മറിയം ഗർഭവതിയായപ്പോൾ ചൊല്ലിയതാ, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിച്ചു. ദൈവത്തിന് സ്തുതി. ഞാൻ വിശ്വസിക്കുന്ന ക്രിസ്തുവാണ് നിങ്ങൾക്ക് ഈ അനുഗ്രഹം തന്നത്. അവിടുന്ന് കാരുണ്യവാനാണ്. ആശ്രയിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത ദൈവം. അങ്ങയെ ചൂരൽ കൊണ്ടും മുൾവടി കൊണ്ടും അടിക്കുന്നതിൽ സങ്കടമുണ്ട്. മുറിപ്പാടുകളിൽ മുളകരച്ച് തേച്ച് വെയിലത്ത് കിടത്തുമ്പോൾ അനുഭവിക്കുന്ന വേദന സഹിക്കാൻ കഴിയുന്നില്ല. നിങ്ങളല്ല, അത് രാജകൽപ്പനയല്ലേ? പിള്ളയെ കാറ്റാടി മലയിലേക്ക് കൊണ്ടുപോകുക. അവിടെ 4 ഭടന്മാർ നിറത്തോക്കുകളുമായി നിൽപ്പുണ്ട്. അവിടെ വെച്ച് വെടിവെച്ചു കൊള്ളുക. രാജകൽപ്പന, കാറ്റാടി മലയിൽ കൊണ്ടുപോയി വെടിവെച്ചു കൊള്ളുക. ലക്ഷ്മി, നീ ഒരാൺകുഞ്ഞിനെ പ്രസവിക്കും. അവന് ലാസർ എന്നർത്ഥം വരുന്ന ദൈവസഹായമെന്ന് നീ പേരിടണം. തെറ്റ് ചെയ്യാത്തവനെ ശിക്ഷിക്കുന്ന പ്രാകൃത നിയമം. ജാതിയുടെ പേരിൽ ജീവനെടുക്കാൻ ഏത് ഈശ്വരനാണ് അധികാരം നൽകിയത്? വെള്ളം 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 മലമുകളിൽ ചെന്നിട്ട് ആരാച്ചാരെ, ഞങ്ങളുടെ തമ്പ്ര എവിടെ? ഞങ്ങളെ കൊന്നോളൂ, അദ്ദേഹത്തെ വെറുതെ വിടൂ. എല്ലാം കഴിഞ്ഞു. 4 ഭടന്മാർ നിറതോക്കുമായി ആ കാറ്റാടി മലയിൽ കൊണ്ടുപോയി അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നു. നീലകണ്ഠം പിള്ളയെ 1752 ജനുവരി 14 വെള്ളിയാഴ്ച വെടിവെച്ചു കൊന്നു. അദ്ദേഹത്തെ വെടിവെച്ചു കൊല്ലാൻ നിർത്തിയ പാറ 2ആയി പിളർന്നു. അതിൽ മണിനാഥം മുഴങ്ങി. കാറ്റുപോലും കരഞ്ഞ നിമിഷങ്ങൾ. അദ്ദേഹത്തിന്റെ മൃതശരീരം പാറക്കെട്ടുകളിലേക്ക് വലിച്ചെറിഞ്ഞു. വന്യമൃഗങ്ങൾ മാംസമെല്ലാം ഭക്ഷിച്ച് എല്ലുകൾ മാത്രമായി അവശേഷിപ്പിച്ചു. ലഭിച്ച അസ്ഥിക്കൂടം കോട്ടാർ സെന്റ് ഫ്രാൻസിസ് സേവ്യരുടെ ദേവാലയത്തിൽ പ്രധാന ബലിപീഠത്തിന് താഴെ കല്ലറയിൽ സ്ഥാപിക്കുകയും ചെയ്തു. ദൈവസഹായം പിള്ളയുടെ മരണവാർത്തയറിഞ്ഞപ്പോൾ തന്റെ രൂപതയിലെ എല്ലാ ദേവാലയങ്ങളിലും
പള്ളിമുണയുകൾ മുഴക്കാനും നന്ദിയുടെ തദേയം എന്ന സ്തോത്രഗീതം ആലപിക്കാനും പൊന്തിഫിക്കൽ പാട്ടുകുർബാന അർപ്പിക്കാനും അന്നത്തെ കൊച്ചി മെത്രാനായിരുന്ന റവറന്റ് ക്ലെമന്റ് ജോസഫ് കലോസോ നിർദ്ദേശം നൽകി. 2003 ഡിസംബർ 22 ദേവദാസൻ എന്ന പദവിയിലേക്ക് ദേവസഹായം പിള്ളെ ഉയർത്തപ്പെട്ടു. 2012 ഡിസംബർ 2 അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. 1756 നവംബർ 15 പരിശുദ്ധ ബെനഡിക്ട് 14 മാർപ്പാപ്പ ലത്തീൻ ഭാഷയിൽ ദേവസഹായം പിള്ളയെക്കുറിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി. 300 കൊല്ലങ്ങൾക്ക് മുമ്പ് ദേവസഹായത്തെക്കുറിച്ച് ലത്തീൻ ഭാഷയിൽ എഴുതിയ റിപ്പോർട്ട് ഒരു അത്ഭുതമെന്നോണം വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് കണ്ടെടുക്കുകയുണ്ടായി. 2022 മെയ് 15 പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ദേവസഹായം പിള്ളയെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. മലയിൽ കാറ്റേറ്റു പാടി കർത്താവിൻ വിശ്വാസ സംഗീതം ദേവസഹായ വിശുദ്ധാത്മാവിൻ വിശ്വാസ സാക്ഷ്യത്തിലാമോദം